നിങ്ങൾക്ക് കൂടുതൽ പണം കിട്ടുന്ന രാജ്യങ്ങളിൽ നിങ്ങൾക്ക് കൂടുതൽ വിദ്യാഭ്യാസവും കാണാം. കാരണം എന്തെന്നാൽ വിദ്യാഭ്യാസം കുറവായിട്ടും പണം വന്നുവെങ്കിൽ എന്ത് സംഭവിക്കും? നാശം മാത്രമേ ഉണ്ടായിരുന്നിരിക്കൂ. 1990 വരെ ഇന്ത്യയും ചൈനയും തമ്മിൽ പ്രതിവ്യക്തി വരുമാനത്തിൽ വലിയ വ്യത്യാസമൊന്നുമില്ലായിരുന്നു. അന്നുവരെ സാക്ഷരതാ നിരക്കും ഏകദേശം ഒരേ ആയിരുന്നു. ഇന്നത്തെ സാഹചര്യത്തിൽ ചൈനയിലെ ജനസംഖ്യയിൽ 2 മുതൽ 3 വരെ ശതമാനം ആളുകളെ മാത്രമേ സാക്ഷരമല്ലെന്ന് പറയാനാകൂ. ബാക്കിയുള്ളവർ മുഴുവൻ സാക്ഷരരാണ്. നമ്മളോ? നാം ഇനിയും 80% താഴെയാണ്. നാം അവരെക്കാൾ എത്രത്തോളം സാക്ഷരതയിൽ പിന്നിലായി അത്രത്തോളം പ്രതിവ്യക്തി വരുമാനത്തിലും പിന്നിലായി. ഇന്ന് അവരുടെ പ്രതിവ്യക്തി വരുമാനം നമ്മുടേത് കണക്കിന് 5 ഇരട്ടിയാണ്. നിങ്ങൾ ഉള്ളിൽ നിന്ന് വിദ്യാഭ്യാസം നേടിയാൽ പുറത്തേക്കും സമ്പന്നതയിലേക്ക് നീങ്ങാൻ തുടങ്ങും. പക്ഷേ നിങ്ങൾ അതിന്റെ വിപരീതമായി പോയാൽ, അതായത് ബോസെ വിദ്യാഭ്യാസം ഒന്നുമല്ല എങ്കിലും എങ്ങനെയോ പണം കിട്ടിയിട്ടുണ്ട് എന്ന നിലപാടെടുത്താൽ, അങ്ങനെ വന്നാൽ അത് നാശത്തിലേക്ക് കൊണ്ടുപോകും. പാകിസ്ഥാനിൽ സംഭവിച്ചത് അതാണ്. അവരുടെ ജിയോ പൊളിറ്റിക്കൽ സ്ഥിതി, ദേശത്തിന്റെ ലൊക്കേഷൻ അങ്ങനെയായിരുന്നു എന്നുകൊണ്ട് 1980കളിൽ അവർക്ക് സോവിയറ്റ് യൂണിയനെതിരെ പോരാടാൻ അമേരിക്ക മുതലായവരിൽ നിന്ന് ഡോളറുകൾ ലഭിച്ചു. ആ ഡോളറുകൾ ഉപയോഗിച്ച് അവർ സ്വയം തന്നെ നശിപ്പിച്ചു. നമ്മുടെ ഏറ്റവും ആഴത്തിലുള്ള ആഗ്രഹങ്ങൾ നിറവേറാനുള്ള വഴിയിൽ തടസ്സമായി നിൽക്കുന്നത് നമ്മൾ തന്നെയാണ്, മറ്റാരുമല്ല.